അവൻ പറഞ്ഞു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമലയ്ക്ക് സദൃശമാണ്. അതെല്ലാവറ്റിനേക്കാൾ ചെറുതാണെന്നാണ്. വളർന്നു കഴിയുമ്പോൾ മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ പറവുകൾ വന്നതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മരമായി തീരുന്നു. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമകളുടെ പ്രമേയം ഒന്നു തന്നെ. സ്വർഗരാജ്യത്തിൻ്റെ എളിയ തുടക്കവും വിസ്മരണീയമായ വൈപുല്യവും. സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്: നാം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങളായാൽ പോലും സ്വർഗരാജ്യത്തെ പ്രതി സ്നേഹത്തിലൂന്നി ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകും. സ്വർഗരാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് നമ്മളും ഭാഗവാക്കുകളാകുകയും ചെയ്യും. ചെറുതിൻ്റെയും ചെറുതാകലിൻ്റെയും മാധുര്യവും മനോഹാരിതയും നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷകരാകാം. ആമേൻ.